എന്തിനാ രാമോട്ട എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹായ് പറയൂ. അണ്ണാന്ന് പറയുന്ന തമിഴല്ല. ഇതാണ് ഗൈസ് ഞാൻ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വിശ്രമോ? വൈറ്റ് ഷൂ എടുക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞത്. ഈ സാധനം ഇട്ട് നോക്കണം പോലും. ഇത്രയും ആൾക്കാർ കാത്തു നിൽക്കുന്ന ആരാന്നറിയാം. അവിടുന്ന് ഒരാൾ ഇറങ്ങി വരാനുണ്ട്. 4 ടോപ്പ് വാങ്ങിച്ചതിനാണ് ഇതിന് മാത്രം സാധനം മേടിച്ചതാണ്. ഹലോ, അപ്പൊ നമ്മളിത് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പാക്കിങ്ങിലായിരുന്നു. കുറച്ച് ഡ്രസ്സ് ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 3 days ട്രിപ്പാണ്. 2 days നമ്മൾ ബാംഗ്ലൂരിൽ നിന്നിട്ട് 3rd day നമ്മൾ തൃശ്ശൂർക്ക് പോകും. അവിടെ ഒരു കല്യാണം ഉണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് കണ്ണൂർക്കാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ ഇയറിംഗ്സ് ആൻഡ് മേക്കപ്പ് സെറ്റ്, പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൽസ് ഗുഡ്നെസിന്റെ നീം അലോവേര ആൻഡ് ലെമൺ പൗഡർ ആണ്. ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ മാസ്ക് ആട്ടോ. ഞാനിത് പർപ്പിളിൽ നിന്നാണ് വാങ്ങിച്ചത്. 100% നാച്ചുറലും പ്രിസർവേറ്റീവ് ഫ്രീയും അതുപോലെ തന്നെ പെസ്റ്റിസൈഡ് ഫ്രീയും ആണ്. അപ്പൊ ഞാനത് യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്റെ തലയിലുള്ള ഡാൻഡ്രഫ് ആണ്. കാരണം ഈ വെഡിങ് സീസൺ ആയ പിന്നെ എനിക്ക് ഹെയർ ഒന്നും നോക്കാനേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യും. അപ്പോൾ ഇതിലുള്ള നീം, ഇതിൽ കീ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നീമും അലോവേരയും ലെമണും ആണ്. അപ്പൊ ഇതിൽ നീം വന്നിട്ട് അതിലുള്ള ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് നമ്മുടെ ഹെയറിലുള്ള ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അതുകൂടാതെ അലോവേര വന്നിട്ട് നമ്മുടെ ഹെയർ സ്ട്രോങ് ആക്കുകയും നമ്മുടെ ഓയിൽ കൺട്രോൾ, ഹെയറിലുള്ള ഓയിൽ കൺട്രോൾ റെഡ്യൂസ് ചെയ്യുകയും ഇച്ചി സ്കാൽപ്പ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഓൾസോ ലെമണും നമ്മുടെ ഹെയറിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. സോ ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 to 3 ടീസ്പൂൺ എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ നല്ല മിക്സ് ചെയ്തിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഇത് കൂടാതെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേറെ ഒരു ഹെർബൽ പൗഡേഴ്സ് ആണ് റോസ്മേരി കറി ലീഫ് പൗഡർ ആൻഡ് അംല റീത്ത ആൻഡ് ഷിക്കാക്കായ് പൗഡർ. സോ ഇതും നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ 100% നാച്ചുറൽ ആണ്. അപ്പൊ നിങ്ങളിത് 3ഉം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഹെർബൽ ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. സോ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. സോ എല്ലാവരും യൂസ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് വേഗം പോവാം. അപ്പൊ ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതാ എന്റെ ഹസ്ബൻഡ്. ഹലോ ഹസ്ബൻഡ്, നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ബാംഗ്ലൂർ ട്രിപ്പാണ്. അപ്പോൾ എപ്പോഴും കൊച്ചിയും കണ്ണൂർ തന്നെയാണല്ലോ. അപ്പോൾ ഇത്തവണ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ്. സ്ലീപ്പറിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാലാരിവട്ടം പൈപ്പ് ലൈനിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ദേ ഇവിടെ ബസ് വരുന്ന കാത്ത് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. കുറച്ച് ടയർഡാട്ടോ, കണ്ടോ ഫേസൊക്കെ കണ്ടില്ലേ. അപ്പോൾ അമ്മായിച്ചനും മരുമോനും ഭയങ്കര കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബസ് ഇതുവരെ എത്തിയിട്ടില്ല. 10:20 നമ്മുടെ ബസ് വരുന്നത്. എവിടെ, ശബരിമലയ്ക്ക് പോകണോ? ഫണ്ണി ബോയ്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബസ് യാത്ര എത്തിപ്പോയി. അപ്പോൾ നമുക്കിനി ബസ്സിൽ കയറിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബസ് കയറി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള 2 ബർത്താണ്, U1 U2. അപ്പോൾ ഞങ്ങൾ ഇനി കയറാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എവിടെ ഹെഡ്ഫോണോടെ ആണ്? ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റായി. ഇവിടെ അപ്പർ ബർത്തിലാണ് എനിക്ക് രാമോണ്ട് കിട്ടിയേക്കുന്നത്. 10:30 ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. എന്തിനാ ചാർജർ ഇതിനകത്തുണ്ട്. രാമോട്ട എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹായ് പറയൂ. കുറച്ചു നേരമെങ്കിലും പാട്ടൊക്കെ കേട്ട് പിന്നെ ഏതെങ്കിലും ഫിലിമൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
അപ്പോൾ രാമുട്ട ഫുൾ സെറ്റായിട്ടോ. ആൾ വീട്ടിൽ വെച്ച് തന്നെ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാത്രി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കയറിയ സ്ഥിതിക്ക് ഇനി വീട്ടിലൊക്കെ വിളിച്ച് പറയാണ് എല്ലാം സെറ്റായി എന്നുള്ളത്. അപ്പോൾ നമ്മൾ കയറി കഴിയാൻ ഇങ്ങനെ വിളിച്ച് പറയും, പിന്നെ രാവിലെ വിളിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഉറങ്ങാൻ തീരുമാനിച്ചിട്ടോ ഗൈസ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട, എനിക്ക് തണുത്തിട്ട് ഞാനത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും നോക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ബസ്സിൽ കയറുമ്പോൾ ഒരു റെഗുലേറ്റർ നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എ സിയിൽ, പക്ഷേ ഈ ബസ്സിനകത്ത് അതില്ല. അതുകൊണ്ട് ഞാനിത് തണുപ്പ് മാറ്റാനുള്ള തത്രപ്പാടിലാണ്. ഇങ്ങനെ പിടിച്ചുറങ്ങിയല്ലോ. പക്ഷെ നടപടിയാവൂല, ബുദ്ധിമാൻ തൊട്ടിന് കെട്ടിയേക്കണം. അങ്ങനെ ഞങ്ങളുടെ ഹൈടെക് ഐഡിയാസ് ഒന്നും വർക്കൗട്ട് ആവാത്തതുകൊണ്ട് ഞങ്ങൾ ബസ്സിലെ ആൾക്കാരോട് തന്നെ പറഞ്ഞു കേട്ടോ കുറച്ച് AC ഒന്ന് കുറയ്ക്കാനായിട്ട്. ഭാഗ്യത്തിന് ബസ്സിലുള്ള പല പാസഞ്ചേഴ്സിനും ഇങ്ങനെ തണുപ്പ് കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറച്ച് തന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പം നമുക്കിനി ബാംഗ്ലൂർ ചെന്നിട്ട് പക്കലാം. അപ്പോൾ 6:30 ആയപ്പോൾ കറക്റ്റ് ഞങ്ങളുടെ വേക്കപ്പ് കോൾ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ളത് മടിവാളയിലാണ്. അപ്പോൾ ഇനി 2 സ്റ്റോപ്പും കൂടെ ഉണ്ട്. നേരെ ഇങ്ങനെ പരപരാന്ന് വെളുത്ത് തുടങ്ങണേ ഉള്ളൂ. പുറത്ത് നല്ല മഞ്ഞുണ്ടെന്ന് തോന്നുന്നു. ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഐസ് പോലെ ആയിട്ടുണ്ട്. അതാ രാമൂട്ടൻ എണീറ്റു. അപ്പോൾ ഇറങ്ങാറാവുമ്പോഴത്തേനും നമുക്ക് ക്യാബ് ബുക്ക് ചെയ്ത് വെക്കുകയാണ് രാമൂട്ടൻ. പിന്നെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ആക്കണ്ടല്ലോ. സൊല്ലാനാ വെയിറ്റ് മാടൂല. ഇതിപ്പോ തമിഴല്ലേ? അല്ല, ഇവിടെ തമിഴ് നടക്കും. തമിഴല്ലേ? അണ്ണാന്ന് പറയുന്ന തമിഴല്ല, സൊല്ലെന്ന് പറഞ്ഞ തമിഴല്ലേ? സൊല്ലെന്ന് പറയുന്ന തമിഴായിട്ട് അയാൾ തമിഴ്. അയ്യോ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ മടിവാള എത്താൻ പോവാണ് ഗായ്സ്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ലഗേജൊക്കെ ഉണ്ട്. അപ്പം ഇനി ലഗേജൊക്കെ എടുത്ത് കൂട്ടി ക്യാബിലേക്ക് കയറ്റിയിട്ട് വീട്ടിലേക്ക് പോകണം. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി, നമ്മൾ ഇറങ്ങി. അപ്പോൾ സ്റ്റോപ്പ് എത്തി ഇറങ്ങി ഉടനെ തന്നെ നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ, അതായത് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ ടാക്സി ചേട്ടന്മാരൊക്കെ ഇങ്ങനെ വളഞ്ഞു നിൽക്കും കേട്ടോ. ഓട്ടോ അവൈലബിൾ, കാർ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ചാർജസ് അധികമായിരിക്കും. അപ്പോൾ രാമുണ്ട് പുറകെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ വേറെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ക്യാബ് എത്തി, ലഗേജൊക്കെ കയറ്റി ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. ആരും തന്നെ എണീറ്റിട്ടുണ്ടാവില്ല, കാരണം ജസ്റ്റ് 7 മണി കഴിഞ്ഞിട്ടുള്ളൂ. സോ നമുക്കിനി പോയിട്ട് ഫ്രണ്ട്സിനെ എല്ലാവരെയും കുത്തി എഴുന്നേൽപ്പിക്കണം. അയ്യോ, ഇവിടെ ആരുമില്ലേ? ഇതാണ് ഗൈസ് ഞാൻ. അവർക്ക് മനസ്സിലാവണ്ടേ ഞാനാണെന്ന്. ഓരോ ആളാ. ദിവ്യം, സച്ചി. ഓപ്പൺ ദി ഡോർ. പൂട്ടിയിട്ടുണ്ട്. അപ്പൊ സച്ചി ഉണ്ടാവില്ല. സച്ചി ആയിരിക്കും.
കൂട്ടുന്ന ആള് സച്ചി. ചവിട്ട് വെച്ച് കൊടുക്കും. ഇത് പാത്തു, ഇത് മൊട്ട നിഹാസ് പാട്ടുകാരൻ. ഹലോ, ഇത് റിനോയ്, ഇത് റിനോയ്. ടീഷർട്ട് ഊരാടാ പന്നി. എല്ലാരെയും വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജിബീനെ മാത്രം കാണാനില്ല. ഇനി ജിബീനെ നമ്മൾ തപ്പിയെടുത്തിട്ട് പരിചയപ്പെടുത്തി തരാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരിടമാണ് കേട്ടോ. നമ്മുടെ ഈ വീടിന്റെ ടെറസിൽ തന്നെ ഇവരിങ്ങനെ ടർപ്പായയും അതുപോലെ നിയോൺ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈവനിങ് ടൈമിലും അതുപോലെ രാത്രിയൊക്കെ വന്ന് ഇരിക്കാനും റിഫ്രഷ്മെന്റിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. മാത്രമല്ല ബി മേജർ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ബാൻഡ് നമ്മുടെ ഫ്രണ്ട്സിനുണ്ട്. സോ പ്രാക്ടീസ് സെഷൻസ് എല്ലാം തന്നെ ഈ ഒരു സ്പേസിൽ വെച്ചിട്ടാണ് നടത്താറ്. ലെഫ്റ്റിൽ തന്നെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ട് ഒരു ഗ്രീനറി പോർഷനും കൂടെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒന്ന് ഫ്രഷ് ആവാൻ പോവാണ്. പല്ലൊക്കെ തേക്കണം, ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ പുറത്താണ് പോകുന്നത്. അപ്പോൾ രാമൂന്ന് ഫ്രഷ് ആവാൻ കയറിയിട്ടുണ്ട്. റെഡി ആയിട്ട് വരാം. അപ്പം ഞാൻ പോയിട്ട് കുളിച്ച് സുന്ദരിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. എല്ലാവരും പല പല വെറൈറ്റീസാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് എല്ലായിടത്തു നിന്നും കഴിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. വീഡിയോന് വേണ്ടിട്ട് ഇങ്ങനെ കാത്തു വെക്കുകയാണ്. എല്ലാരും ഉണ്ട് ഇവിടെ കണ്ടോ. ഇപ്പൊ ഞാനും മാത്രം ഇല്ലാണ്ട് ഞാനും ഉണ്ട് കേട്ടോ ഇതില്. ഇതാണ് പാത്തു പറയാ ലിപ്സ്റ്റിക് ഇടാത്തോണ്ട് ഭയങ്കര വിഷമം. ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ പാത്തുവിനെ ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. അപ്പൊ നമ്മള് കഴിച്ചൊക്കെ കഴിഞ്ഞു. വിശ്രമോ? ആദ്യമായിട്ട് ബാംഗ്ലൂർ വന്നിട്ട് പിന്നെ ബാംഗ്ലൂർ വരുന്നത് തന്നെ പറയുന്നത് വിശ്രമിക്കാനാണ്. പറ്റൂല. വിരുന്നിന് പോയ എന്റെ വിശ്രമം, വിരുന്നിന് പോയ വിശ്രമൊക്കെ പിന്നെ ചെയ്യും. ഇത്രയും ദിവസം വിരുന്നായിരുന്നു. ഞാൻ കുളിച്ച് റെഡിയായി മേക്കപ്പ് ഇട്ടിക്കണ്ടില്ലേ. എവിടെ ഇത് വെള്ളശൂ അല്ലേ? എനിക്കൊരു വോയിസ് ഷൂ വാങ്ങിക്കാനുണ്ട്. അത് നമ്മളെവിടെ വാങ്ങിക്കാൻ പോണേ? ഇവിടെ കൊറേ ചപ്പൽസ് ഉണ്ട്. പണിക്കൂടല്ല, പണിക്കൂടെ ഓടിക്കാണോ? റിനോയ് പോവല്ലേടാ. എടാ ഞങ്ങൾ ഈ ന്യൂലി മാരിഡ് കപ്പിൾസ് വരെ നീ കുളിക്കാൻ പോണ, പണിയെടുക്കാൻ പോണ ബ്ലഡി ഫൂൾ. അപ്പൊ നമുക്ക് ഷൂ വാങ്ങിക്കാൻ പോണം. അങ്ങനെ മടി പിടിച്ചിരുന്ന രാമുണ്ടെ കുത്തിപ്പൊക്കിയിട്ട് ഞാൻ ദേ വൈറ്റ് ഷൂസ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് കുളിച്ചിട്ട് പോലില്ല ഗൈസ്. ഒരു ഷൂ മേടിക്കാൻ വന്നേക്കാണ്.
എന്റെ പകുതിയല്ലേ ഷൂ മേടിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ കൂടെ നിഹാസും പാത്തുണ്ട്. അവര് മാത്രമേ ഇന്ന് ഫ്രീ ഉള്ളൂ. ഞാൻ പറയണ എന്തെങ്കിലും കേൾക്കാൻ വരുന്നുണ്ടാവോ? അപ്പൊ ഈ ഒരു മൈക്കും കൂടെ വാങ്ങിച്ചു തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂ മേടിക്കാൻ വന്നത് ശ്രീ വെങ്കടേശ്വര ഗാർമെൻറ്റ്സിലാണ്. അപ്പോൾ ഷൂസ് ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവിടെ ടോപ്സ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ടോപ്പ് മേടിക്കാൻ പോയി. ഇവിടെ മോസ്റ്റ്ലി ബ്രാൻഡഡ് ലേഡീസ് കാഷ്വൽ വെയർസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ സൈസ് അനുസരിച്ചിട്ടാണ് ഡ്രസ്സസ് ഒക്കെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷോപ്പിങ്ങിന് എനിക്ക് കമ്പനി തരാനായിട്ട് പാത്തും ഉണ്ട്. എല്ലാം വ്ളോഗിലിടും. എന്റെ മോനെ സ്മോള് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നേ. എന്ത് സൈസിനുള്ള എടുത്ത് താ. ഇത് സ്മോളൊന്നും അല്ല, സ്മോളൊന്നൊക്കെ വൈറ്റ് ഷൂ എടുക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞത്. വൈറ്റ് ഷൂ ഒഴികെ ഒരു ലോഡ് ഡ്രസ്സ്. എന്തൊക്കെയാ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നെ? എനിക്കൊരു ഷൂ മാത്രം മതി. ഇത്രയും സാധനം ഇട്ട് നോക്കണം പോലും. ഇട്ട് നോക്കിയിട്ട് അതിന് ഏതെങ്കിലും ഒന്നെടുത്ത് പിന്നെ അൾട്രേഷൻ കഴിയണം. നമ്മളെ മാത്രല്ല പ്രശ്നം, ഇത് വേറൊരു ഹസ്ബൻഡ് നോക്കി ഒരു ചാക്ക് നിറയാ കൊണ്ടുപോന്നെ. ഇക്കു ബാഗിലെന്നാ ഇക്കു എടുത്തു നോക്കിയ ഡ്രസ്സുകളല്ലേ? ആ, ഇതെടുത്ത് നോക്കാം. ഇട്ട് നോക്കണ്ട ഡ്രസ്സ് നല്ലതാ. ഇത്രയും ആൾക്കാർ കാത്തു നിൽക്കുന്ന ആരാന്നറിയാം. ആരെങ്കിലും ഇതോ അവിടുന്ന് ഒരാൾ ഇറങ്ങി വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. ട്രയൽ റൂം 1 കഴിഞ്ഞ അരമണിക്കൂറായി ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ലോഡ് ഡ്രസ്സുമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണേ. മീറ്റിംഗ് കട്ട് ചെയ്തൊന്നും ആണല്ലേ. ആ വാതിൽ തുറന്ന് അവൾ തിരിച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ ട്രയൽ റൂം 1 നീണ്ട അരമണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം തുറന്നിരിക്കുന്നു. ആ, ഒരു ലോഡുണ്ട്. അവളിത് മറിച്ച് വെക്കാനാന്ന് തോന്നുന്നു. ആ, എന്തായി? ഞാൻ 4 ടോപ്പേ വാങ്ങിച്ചോളൂ. അതിനാണ് 4 ടോപ്പ് വാങ്ങിച്ചതിനാണ് ഇതിന് മാത്രം സാധനം മേടിച്ചതാണ്. എനിക്ക് അവിടുത്തെ വൈറ്റ് ഷൂസ് ഒന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നമ്മൾ ഷൂസ് മേടിക്കാൻ വന്നതല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ ഒരു ഷൂസ് എടുത്തു. സാധനങ്ങളുണ്ട്. അപ്പോൾ വൈകിട്ടായപ്പോൾ ഞാനും രാമുണ്ണും ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം നമ്മൾ കഫേ 27 വന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ മീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ നൈറ്റ് ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, പാട്ടൊക്കെ പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വന്നത്. സോ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരിലെ ഫസ്റ്റ് ഡേ അവസാനിക്കുന്നത് ഇവരുടെ ഒരു പാട്ടോട് കൂടെയാണ് കേട്ടോ. आना सिया नहीं आया दिल बांग बांग मेरा टकराया कागा बोल से टकरावे यानागे नो जेरीनु रावाज बाबाज होनो लुकाव कोई मैनू ना रोके मेरी ढोल जुदाइया दी तेरे खबर की रे होवे आ जावे दिल तेरा पूरा भी ना होवे हाँ बनिया बनैया